ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നൊരു വാർത്തയാണ് ഈ വീഡിയോയ്ക്ക് അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇസ്രായേലും മസ്കുമായിട്ട് ഒരു സ്പൈ പ്ലെയിൻ, അതായത് ചാരവിമാനം ഉണ്ടാക്കാനുള്ള ദൗത്യത്തിലാണ്. അത് ഏകദേശം കഴിയാറായി. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നൊരു വസ്തുതയാണ്, ഈ ഹമാസ് ഇസ്രായേലിൽ ഒക്ടോബർ 7 അറ്റാക്ക് ചെയ്തു. അപ്പം അതിനുശേഷം ഇസ്രായേൽ ഗാസയിൽ ബോംബിടാൻ തുടങ്ങിയ സമയത്ത് ട്വിറ്ററിൻ്റെ ഉടമയായ ഇലോൺ മസ്ക് ഇസ്രായേലിനെതിരായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ഈ രീതിയിൽ ഇസ്രായേൽ ഗാസയിൽ ബോംബിങ്ങും പാലസ്റ്റീനിൽ ബോംബിങ് ചെയ്യുവാണെങ്കിൽ ലോകത്തുള്ള അവിടെ വളർന്നു വരുന്ന അടുത്ത തലമുറ ഇസ്രായേലിനെതിരാകും. കാരണം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ട്വിറ്ററിൽ പറഞ്ഞു. അപ്പം അതിനുശേഷം ട്രംപ് ഇടപെടുകയും ഈ എലോൺ മസ്കിനോട് ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ ഹമാസ് അറ്റാക്ക് നടത്തിയ സ്ഥലങ്ങൾ പോയി സന്ദർശിക്കാനും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിനുശേഷം ടെലവീവിൽ പോകുന്നു, ജെറുസലേമിൽ പോകുന്നു. ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തെ എസ്കോർട്ട് ചെയ്തിട്ട് ഈ ഹമാസ് അറ്റാക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു. എന്നിട്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും ഇസ്രായേലിനെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാറ്റുകയും, അതായത് പിന്നീട് ഉണ്ടായ സംഭവമാണ് ഏറ്റവും രസകരം. കാരണം അദ്ദേഹം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ട്വിറ്ററിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അമേരിക്കയിലും ലോകത്തുള്ള പല ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാർ ടെസ്ല കമ്പനിയെ ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇതാണ് അവിടെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അതിനുശേഷമാണ് ട്രംപ് ഇടപെടുകയും ഇദ്ദേഹം ഇസ്രായേലിൽ പോവുകയും ചെയ്യുന്നത്. പിന്നെ അറിയാൻ സാധിക്കുന്നത്, അതായത് പല റിപ്പോർട്ട്സുകളും പറയുന്നത്, ഇവർ ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലി ഫോഴ്സും എലോൺ മസ്കുമായിട്ട് 4 or 5 റൗണ്ടാണ് ചർച്ച നടത്തിയത്. കാരണം അതിനുശേഷം നെതന്യാഹു ഇവിടെ വരികയും ഐ ഡി എഫിൻ്റെ ഇസ്രായേലി സയൻറ്റിസ്റ്റുകൾ ഇവിടെ വരികയും മസ്കുമായിട്ട് ഒരു ഡിസ്കഷൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനി വളരെ രഹസ്യമായിട്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് വേണ്ടി, അതായത് ഒക്ടോബർ 7 ഇനി ഉണ്ടാവരുത്, കാരണം ഇസ്രായേലി ഇൻ്റലിജൻസ് ഫെയിലിയർ ആയിരുന്നു. ഹമാസ് നടത്തിയ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ, അതായത് ഹോളോകോസ്റ്റിന് ശേഷം ഇസ്രായേലിന് കിട്ടുന്ന ഏറ്റവും വലിയ അടിയാണ് ഒക്ടോബർ 7 എന്ന് പറയുന്നത്. അതുണ്ടാവരുത്. അതിനുവേണ്ടി സ്പൈ പ്ലെയിൻ, അതായത് കംപ്ലീറ്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ AI കൺട്രോൾഡാണ് ഈ സംഭവം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില റിപ്പോർട്ട്സുകൾ വരുന്നത് നമ്മൾ വായിക്കുമ്പം നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്തോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് പൈലറ്റ് ഇല്ലാത്ത ഫ്ലൈറ്റാണ്. ഇത് എത്രയോ ദൂരെ മുകളിൽ കൂടെയാണ് ഇത് പറക്കുന്നത്. ഇത് ഒരു കാരണവശാലും ഈ റഡാറുകൾക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ ലോകത്ത് അവിടെ നടക്കുന്ന ഓരോ ചെറിയ മൂവ്മെൻറ്റുകൾ വരെ ഇതതിൻ്റെ ഡാറ്റ എടുത്തിട്ട് അതിൻ്റെ സെർവറിൽ കൊടുത്തിട്ട് അവിടെ എന്താണ് നടക്കുന്നതെന്ന് എക്സാക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. അതായത് ഒക്ടോബർ 7 അവിടെ നടന്ന അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ഇസ്രായേലിന് അറിയാമായിരുന്നു. അവിടെ പലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും അവരുടെ തെളിവുകളില്ലായിരുന്നു. കാരണം ഏറ്റവും പ്രധാന ഹ്യൂമൻ ഇൻ്റലിജൻസ് ആണ്. അവിടെ ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് ലാക്നെസ് അത് ഇസ്രായേൽ സമ്മതിക്കുന്നുണ്ട്. ഇത്രയും വലിയ സംഭവങ്ങളും ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ട് അവരുടെ രാജ്യത്തിനകത്തോട്ട് എല്ലാം കൂടെ പൊളിച്ചകത്തോട്ട് കയറിയ ശേഷം അറ്റാക്ക് എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇസ്രായേലിന് മനസ്സിലായത് ഇത്രയും വലിയൊരു സംഭവമാണ് ഉണ്ടായത്. അവരുടെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി ഹോളോകോസ്റ്റിന് ശേഷം ഇത്രയും ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നൊക്കെ വളരെ വലിയ രീതിയിലാണ് ഇസ്രായേലി ക്യാബിനറ്റ് ആണെങ്കിലും അത് ആ രാജ്യമാണെങ്കിലും ഇതിനെ ഉൾക്കൊള്ളാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അപ്പം ഇങ്ങനൊരു അറ്റാക്ക് ഉണ്ടാകരുത്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട ശത്രു രാജ്യങ്ങൾ എന്ത് മൂവ്മെൻറ്റ് നടത്തിയാലും അതിനെപ്പറ്റി ടെക്നോളജി വൈസ്, അതായത് AI ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ഫീഡ് ചെയ്യണം. അതിനുവേണ്ടിയുള്ള സംഭവമാണ് ഈ സ്പൈ പ്ലെയിൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതിനകത്ത് ഈ സ്പൈ പ്ലെയിൻ പറക്കുന്ന സമയത്ത് ഇപ്പോൾ എവിടെയെങ്കിലും അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അവരത് വളരെ ചെറിയ രീതിയിലുള്ള റോബോട്ട്, അതായത് മനുഷ്യർ, അതായത് വിസിബിൾ ഇൻവിസിബിൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഇത് മഴ പോലെ അങ്ങ് പെയ്യിപ്പിക്കുകയാണ് ആ സ്ഥലത്തോട്ട്. അപ്പോൾ അതവിടെ ചെന്ന് വീണ് കഴിയുമ്പോൾ ഏകദേശം 5 or 6 കിലോമീറ്റർ ഭൂമിക്ക് അടിയിലുള്ള ടണലിനകത്ത്, അതായത് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടോ മറ്റുള്ള വെപ്പൺസ് ഉണ്ടോ, ഇങ്ങനെ ആൾക്കാർ ഒളിച്ചിരിക്കുന്നുണ്ടോ, ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ടും ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡാറ്റ. ഇത് AI ഉപയോഗിച്ച് അത്
മുഴുവനും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള പൂർണ്ണ രൂപത്തിൽ ഇതാക്കി കൊടുക്കും. അതായത് ഇപ്പം ഈ ടണലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം ഹിസ്ബുള്ള ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഈ ഏറ്റവും കൂടുതൽ റിട്ടാലിയേഷനിൽ ഇസ്രായേലി സേനയ്ക്ക് നടത്തിയിരിക്കുന്നത്. കാരണം മുഴുവനും ടണൽ വെച്ചാണ് ഇവർ പരിപാടികൾ മുഴുവനും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു മൂവ്മെൻറ്റ് എന്താണ് നടക്കുന്നത്, എക്സാക്റ്റായിട്ട് എന്താണ് അവിടെ നടക്കുന്നത്, അതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് പിക്ചർ ഇസ്രായേലിന് കിട്ടും. അതായത് ചാരവിമാനം എവിടെയാണ് സെർവറുള്ള അവിടെ ഇതിൻ്റെ ഫീഡ് മുഴുവനും കിട്ടും. അതേപോലെ തന്നെ അവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം ഇതും മനുഷ്യൻ്റെ ആവശ്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രിസൈസ് ആയിട്ടുള്ള ആ ലൊക്കേഷനിൽ തന്നെ മിസൈൽ കൊണ്ട് ഹിറ്റ് ചെയ്ത് ആ സ്ഥലം നശിപ്പിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഓരോ പ്രൊജക്റ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ ലോകത്ത് എന്തെങ്കിലും മൂവ്മെൻറ്റ് നടക്കുവാണ്, അതായത് ശത്രു രാജ്യത്ത് മൂവ്മെൻറ്റ്, ബോർഡറിൽ എന്തെങ്കിലും മൂവ്മെൻറ്റ് നടക്കുവാണ്, ഒരു കാര്യം മനസ്സിലാക്കണം, ഇസ്രായേലിൻ്റെ ബോർഡറിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ സാധിച്ചത് ഈ ബോർഡറിൽ മുഴുവൻ ഓട്ടോമാറ്റിക്കായിട്ടുള്ള, അതായത് റോബോട്ട്, അതായത് യന്ത്ര മനുഷ്യരെ പോലെയാണ് സംഭവം. ആരെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫയർ ചെയ്യുകയാണ്. പക്ഷേ ഒരുമിച്ച് ഒരു കൂട്ടർ വരുവാണെങ്കിൽ ഇത് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആൾക്കാർ, ഇത്രയും പ്രൊജക്ടൈൽസ് ഹമാസിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞപ്പം ഇതെല്ലാം കൂടെ ജാമായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് മൂവ്മെൻറ്റ്സ് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഈ സംഭവത്തിലാണെങ്കിൽ ഈ മൂവ്മെൻറ്റ്സ് കറക്റ്റായിട്ട് കിട്ടുന്നു. എന്തൊക്കെ ചെയ്യണം എന്നുള്ള യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ഫീഡ് ചെയ്യുമ്പോൾ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്, സിവിലിയൻസ് കൂടുതൽ മരിക്കരുത്. പക്ഷേ ശത്രുക്കൾ എന്തൊക്കെ ഉദ്ദേശിക്കുന്നു അത് വളരെ മുൻകൂട്ടി കണ്ട് അതിനെ ഇല്ലാതാക്കാൻ കഴിയും. അതാണ് ഈ സ്പൈ പ്ലെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞിടയ്ക്ക് അമേരിക്കയിൽ വന്നിരുന്നു. 2-3 റൗണ്ടാണ് എലോൺ മസ്കിൻ്റെ കമ്പനി ഓഫീഷ്യൽസുമായിട്ടും സയൻറ്റിസ്റ്റായിട്ടും അവരുടെ ഒരു ടീം ചർച്ച നടത്തിയത് ന്യൂയോർക്കിൽ വെച്ച്. ഇതും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും ഇതേപോലെ ഒരു സ്പൈ പ്ലെയിൻ, അതായത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. നേരത്തെ മുതൽ വാറുകൾക്കൊക്കെ എതിര് തന്നെയായിരുന്നു എലോൺ മസ്ക്. പക്ഷേ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, സർവൈലൻസ്. കാരണം അറ്റാക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് അദ്ദേഹം ടെക്നോളജി ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, എലോൺ മസ്ക് എന്ന് പറയുന്ന ജീനിയസ്, അതായത് ടെക്നോളജി ആണെങ്കിലും AI ആണെങ്കിലും ഇന്ന് ലോകത്തിൽ അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. ആദ്യകാലത്ത് ഇദ്ദേഹം എന്ത് പറഞ്ഞു, എന്ത് ചെയ്തു, ഇതിനെ വിശ്വസിക്കുന്നവരുടെ 10 പേരിൽ ഒരാൾ പോലും ഇല്ലായിരുന്നു. കാരണം ഇദ്ദേഹം സ്പേസിലോട്ട് റോക്കറ്റ് അയക്കുന്നു, അദ്ദേഹത്തിൻ്റെ സ്പേസ് എക്സ്, അതേപോലെ പല സംഭവങ്ങൾ തുടങ്ങിയ സമയത്ത് അമേരിക്കൻ പത്രങ്ങളും ഗ്ലോബലായിട്ടുള്ള പല മീഡിയയും ഇദ്ദേഹത്തെ കളിയാക്കി. പിന്നീട് ഇദ്ദേഹം റോക്കറ്റ് അയക്കുന്നു, സംഭവങ്ങൾ ഉണ്ടാകുന്നു, സ്പേസ് എക്സ് ഉണ്ടാകുന്നു, അതേപോലെ അദ്ദേഹത്തിന് ഇൻ്റർനെറ്റ് ഉണ്ടാകുന്നു, പല കാര്യങ്ങളും ഉണ്ടാകുന്നത്. കഴിഞ്ഞിടയ്ക്ക് 2017-18 ഇദ്ദേഹം ഇതേപോലെ സംഭവം പറയും. ഒരു പ്രാവശ്യം ഇങ്ങനെ ലോസ് ഏഞ്ചലസ് സിറ്റിയിൽ, ഞാനിപ്പോൾ താമസിക്കുന്നത് ലോസ് ഏഞ്ചലസ് സിറ്റിക്ക് അടുത്തായിട്ടാണ്. ഇവിടെ വലിയ ട്രാഫിക്കാണ്. അപ്പോൾ ഈ ട്രാഫിക്ക് കൊണ്ട് ഇദ്ദേഹത്തിന് പലയിടത്തും അവിടെ മുടങ്ങിപ്പോവുക, കാരണം കാർ അവിടെ കിടക്കുകയാണ്, ഇതേപോലെ ആൾക്കാരിങ്ങനെ കിടക്കുകയാണ്. അവിടെ വെച്ചാണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ടണലിൽ കൂടെ യാത്ര ചെയ്ത് ഇത് മനുഷ്യൻ്റെ മൂവ്മെൻറ്റ് പെട്ടെന്നാക്കിക്കൂടാ. കാരണം സമയം വളരെ വാല്യുബിളാണ്. അദ്ദേഹം അതിനുവേണ്ടി ചെയ്തത് ഒരു ബോറിംഗ് കമ്പനി എന്നൊരു സംഭവം കമ്പനി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പഴയ ഒരു ബോറിംഗ് മെഷീൻ, അതായത് ടണൽ ഉണ്ടാക്കുന്ന മെഷീൻ, അത് വിലയ്ക്ക് വാങ്ങിയിട്ട് അതിൽ മുഴുവൻ സംഭവങ്ങൾ മാറ്റിയിട്ട് പുതിയ ഇന്നോവേറ്റീവ് ടെക്നോളജി എല്ലാം AI ഉപയോഗിച്ച് കയറിയിട്ട് ആലോചിക്കുക, ഇവിടെ 1 മൈല് ബോർ ചെയ്യാൻ ഏകദേശം 2-2.5 കിലോമീറ്റർ ഇവിടെ ബോർ ചെയ്യാൻ അമേരിക്കയിലെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏകദേശം $1 ബില്യൺ അടുത്ത്, ഏകദേശം 10,000 ഇന്ത്യൻ കറൻസിക്ക് അപ്പുറത്തുമായിട്ടാണ് ഇത് പോകുന്നതെന്ന് അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അതിനേക്കാളും ചിലവാണ് 1 കിലോമീറ്റർ 2-3 കിലോമീറ്റർ ബോർ ചെയ്യാൻ. പക്ഷേ എലോൺ മസ്കിൻ്റെ കമ്പനി വെറും 10 ലക്ഷം രൂപ കൊണ്ട് 1 മൈല് ബോറിങ് സംഭവം സക്സസ് ആക്കിയെടുത്തു. അത് കഴിഞ്ഞിടയ്ക്കായിരുന്നു എൻ്റെ ഉദ്ഘാടനം. കാരണം ലാസ് വെഗാസിലെ കൺവെൻഷൻ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ കിലോമീറ്റർ പെട്ടെന്ന് ആ റോഡിൻ്റെ ട്രാഫിക് എല്ലാം മാറ്റി പെട്ടെന്ന് പോകാൻ, കാരണം അത് റവല്യൂഷനൈസ് ചെയ്യാൻ പോവാണ് അമേരിക്കയിൽ പല സിറ്റികൾ, അതായത് ന്യൂയോർക്ക് ആണെങ്കിലും വാഷിങ്ടൺ ആണെങ്കിലും പല സിറ്റികളിലും ഭയങ്കര ട്രാഫിക്കുണ്ട്. അപ്പോൾ ഈ ബോറിങ് ടണലിൽ കൂടെയുള്ള യാത്ര പെട്ടെന്ന് പല ഭാഗത്തോട്ടും പോകുമ്പോൾ ആ ട്രാഫിക് സിസ്റ്റം കംപ്ലീറ്റ് അങ്ങില്ല. അതുമല്ല അതിന് വളരെ ചിലവ് കുറവാണ്. ഇതേപോലെയുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ വരുവാണെങ്കിൽ നിങ്ങൾക്കറിയാം, അഹമ്മദാബാദ് മുതൽ ബോംബെ വരെയുള്ള
ബുള്ളറ്റ് ട്രെയിൻ, അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സമയം എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ടണൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പം ആ സമയം മുഴുവനും മാറി. കാരണം ഇതിനകത്ത് പറയുന്നത് ഇപ്പോൾ 1 മൈല് ബോർ ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരാഴ്ച മതി. പക്ഷേ ഇപ്പം നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് ഇന്ത്യയിലാണെങ്കിൽ അമേരിക്കയിലൊക്കെ ഇപ്പോൾ 1 കിലോമീറ്റർ 1 മൈല് ബോർ ചെയ്യാൻ നമുക്ക് ഏകദേശം 1 മാസം 1.5 മാസം എടുക്കുന്നുണ്ട്. അതുപോലെ ചിലവ് ഭയങ്കര കൂടുതലാണ്. അത് പൂർണ്ണമായിട്ടും മാറ്റുന്ന ടെക്നോളജിയാണ് ഇദ്ദേഹം കണ്ടുപിടിച്ച് സക്സസ്ഫുൾ ആക്കിയത് അമേരിക്കയിൽ. അത് ലോകത്തൊരു സംഭവമായി മാറും. കാരണം പിന്നീട് എല്ലാവരും അയാൾ പറയുന്നത് എന്താണ് പറയുന്നത് അതിനെപ്പറ്റിയായി ലോകം മുഴുവനും ചിന്ത. അപ്പം ഇതേ ഒരു സംഭവമാണ് ഇസ്രായേലിന് വേണ്ടി ഇയാൾ ചെയ്തു കൊടുക്കുന്നത്. അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇറാൻ ഇൻ ഫ്യൂച്ചറിൽ ഏതെങ്കിലും രീതിയിൽ അവിടെ ചലനം ഉണ്ടാക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അറ്റാക്ക് ചെയ്യാനും, അതേപോലെ തന്നെ ഗാസയാണെങ്കിലും പലസ്തീനാണെങ്കിലും അതേപോലുള്ള ശത്രു രാജ്യങ്ങൾക്ക് അവരെ എങ്ങനെ എത്രമാത്രം സർവൈലൻസും മോണിറ്റർ ചെയ്യുക, അതിനുവേണ്ടിയാണ് ഈ സ്പൈ പ്ലെയിൻ AI ഉപയോഗിച്ച് അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കുന്നത്. ഇതോടുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എലോൺ മസ്കിൻ്റെ ലോകവുമായിട്ടുള്ള ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അത് ട്രംപ് ഉണ്ടാക്കി കൊടുത്താണ്. അതോടുകൂടി ഈ രാജ്യത്തിന് പൂർണ്ണമായിട്ടും സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതേപോലെ മനസ്സിലാക്കേണ്ട ആരാണ് ഇസ്രായേലിൻ്റെ ശത്രുക്കൾ, അവർക്കിനി ഉറക്കം കെടുത്തുന്ന ദിവസങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്.